ഒടുവിൽ AI ക്യാമറ അഴിമതി ആരോപണം എന്ന പ്രതിപക്ഷ ഹർജിയും ഹൈക്കോടതി എടുത്ത് തോട്ടിലെറിഞ്ഞു. നമ്മുടെ പ്രതിപക്ഷ നേതാവ് VD സതീശനും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും നൽകിയ ഹർജിയാണ് ഹൈക്കോടതി പ്രഥമ ദൃഷ്ട്യാ പോലും നിലനിൽക്കില്ലെന്ന് ചൂണ്ടിക്കാട്ടി തള്ളിയത്. ഇതോടെ സംസ്ഥാന സർക്കാരിനെതിരെ ആരോപണവുമായി ഹൈക്കോടതിയിൽ പോയി തേഞ്ഞൊട്ടാനുള്ള ജന്മം നമ്മുടെ ടീം സതീശന് ഇനിയും ബാക്കി. കഴിഞ്ഞ 9 വർഷത്തിനിടയിൽ സംസ്ഥാന സർക്കാരിനെതിരെ ഹർജിയുമായി ഹൈക്കോടതിയിൽ പോയി പ്രതിപക്ഷം തോറ്റമ്പിയതിൻ്റെ കണക്കുകൾ എടുത്താൽ അതിങ്ങ് കന്റോൺമെൻറ്റ് ഹൗസ് മുതൽ അങ്ങ് പറവൂർ വരെ നീളും. അതിൽ ചിലത്: 1. തോട്ടപ്പള്ളി മണൽവാരൽ, വിജിലൻസ് കോടതി തള്ളി. ബ്രൂവറി ആരോപണം, ഹൈക്കോടതി തള്ളി. EP ജയരാജനെതിരായ ബന്ധു നിയമന കേസ്, വിജിലൻസിൻ്റെ FIR ഹൈക്കോടതി റദ്ദാക്കി. മന്ത്രിയായിരുന്ന മേഴ്സിക്കുട്ടിയമ്മയ്ക്കെതിരെ തോട്ടണ്ടി ഇടപാടിൽ അഴിമതി നടന്നു എന്നാരോപിച്ച് സമർപ്പിച്ച ഹർജി തിരുവനന്തപുരം വിജിലൻസ് കോടതി തള്ളി. MM മണി ഡാം തുറന്നുവിട്ടാണ് കേരളത്തിൽ പ്രളയം ഉണ്ടായത് എന്നാരോപിച്ച് സമർപ്പിച്ച ഹർജി ഹൈക്കോടതിയും തള്ളി. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ ക്രമക്കേട് നടന്നു എന്നാരോപിച്ച് കൊടുത്ത ഹർജി ലോകായുക്ത തള്ളി. കോവിഡ് കാലത്ത് PPE കിറ്റിൽ അഴിമതി നടന്നു എന്നാരോപിച്ച് KK ശൈലജ ടീച്ചർക്കെതിരെ നൽകിയ ഹർജി ലോകായുക്ത തള്ളി. പിന്നെ ഏറെ കൊട്ടിഘോഷിക്കപ്പെട്ട പ്രതിപക്ഷത്തിന്റെ K-ഫോൺ അഴിമതി, അത് ഹൈക്കോടതി തള്ളി. ഇത് കോടതിയിൽ മാത്രം പോയി തോറ്റതിൻ്റെ ലിസ്റ്റാണ്. ഈ ആരോപണം ഉന്നയിച്ചതിന് ശേഷം ഉന്നയിച്ച ആരോപണങ്ങൾ പൊളിഞ്ഞതിൻ്റെ ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ അത് കേരളത്തിലെ മൊത്തം KPCC അംഗങ്ങളുടെ ലിസ്റ്റിനേക്കാൾ കൂടുതൽ വരും. സ്വർണ്ണക്കടത്ത്, ബിരിയാണി ചെമ്പ്, ലൈഫ് മിഷൻ അഴിമതി, ബെവ്കോ അഴിമതി, അങ്ങനെ പറഞ്ഞിട്ട് വിഴുങ്ങേണ്ടി വന്ന ആരോപണങ്ങൾ നിരവധി. എന്തായാലും തോൽക്കുമെന്ന് ശപഥം ചെയ്ത് കച്ച കെട്ടി ഇറങ്ങിയ ടീമാണ്. ഇനി നമ്മളാരും പറഞ്ഞാൽ അവർ നിൽക്കില്ല.